നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അറിഞ്ഞോട്ടെന്നോ? അപ്പൊ സത്യാമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം അല്ലേ? പുറത്താക്കിക്കോട്ടെ. എന്നിട്ട് എന്തായാലും എനിക്കെന്താ? പുറത്താക്കി കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് പോകും? എന്തിനാ ഞാൻ അറിയുന്നേ? എടോ, ഇയാൾ ഇവിടെ നിന്നിട്ട് എനിക്കെന്ത് കാര്യം? ഇയാളുടെ കാമുകം വന്ന് വിളിക്കുന്നതുവരെ ഇയാൾക്ക് ഇവിടെ സുരക്ഷിതമായ താവളം ഒരുക്കി തരാൻ ഞാനാരാ ഇയാളുടെ കാവൽ പറ്റിയോ? അതെ, എന്നെ കൊണ്ട് പറ്റത്തില്ല. മര്യാദക്ക് പറയുന്ന അനുസരിച്ചോ? അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. എന്നെ കെട്ടിയന്റെ ശിക്ഷയായിട്ട് കൂട്ടിയാ മതി. മര്യാദക്ക് മുന്നിൽ നിന്ന് മാറാനാ പറഞ്ഞത്. മര്യാദക്ക് ഈ റൂമിൽ തന്നെ കിടക്കാനാ പറഞ്ഞത്. ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട കേട്ടോ. തൊട്ടല്ലേ ഇയാൾ എന്ത് ചെയ്യും? അത് ഇയാളല്ലേ പറഞ്ഞത് ഇയാളുടെ ദേഹത്ത് തൊടരുതെന്ന്. എന്നാ എന്നെ തൊട്ടാ ഞാനും തൊടും. എന്നാ തന്റെ മൂക്കടിച്ച് ഞാൻ പറത്തു. കൊള്ളാലോ. എന്താ താനെന്നോ? ബഹുമാനത്തോടും ആദരവോടും ഒക്കെ സംസാരിച്ചോണം. ഞാനേ നിന്റെ കഴുത്തിൽ താലി കെട്ടിയാളാ. അതുകൊണ്ട് തന്നെയാ ബഹുമാനവും ആദരവും എല്ലാം അങ്ങ് പോയത്. ഇനി ഒരു 100 വട്ടം വിളിക്കും താൻ താൻ താൻ. നീ പൊടി മരപ്പട്ടി. മരപ്പട്ടിന്നോ? ഇതുവരെ എന്റെ അമ്മ പോലും അങ്ങനെ വിളിച്ചിട്ടില്ല. അത് നിന്റെ അമ്മയ്ക്ക് മരപ്പട്ടി കണ്ടിട്ട് മനസ്സിലാവാത്തത് എന്റെ കുറ്റമൊന്നുമല്ല. മരപ്പട്ടി മരപ്പട്ടി മരപ്പട്ടി. എന്നാ പിടിച്ചോ മുതുകഴുതേ, കാട്ടുകൊരങ്ങേ, ആനമോറ, പന്നി തലയാ. മരയോന്തേ പന്നിപ്പട്ടി. മതിയോ? മലയാളത്തിൽ ഇത്രയും നല്ല വാക്കുകളുണ്ടെന്ന് അധ്യാപകർ പോലും പറഞ്ഞു തന്നിട്ടില്ല. വെറുതെ അല്ല അമ്മ പോലും ഇവിടെ ഒന്നും പറയാത്തത്. തീർന്നോ? മര്യാദക്ക് 2 കാര്യങ്ങൾ ചെയ്യണം. മേലിൽ എന്നെ ചീത്ത വിളിക്കാൻ പാടില്ല. ഈ റൂമിൽ തന്നെ കിടന്നോളാന്നാ 2ാമത്തെ കരാർ. റൂമിൽ കിടക്കാൻ മനസ്സിലെന്ന് പറഞ്ഞില്ലേടി? ഞാൻ പിന്നെ വാ തുറക്കേ. എങ്കിൽ ആ വായ അടപ്പിക്കാൻ എനിക്കറിയാടി. ഞാനിപ്പോ കാണിച്ചു തരാം. അത്രയ്ക്ക് ധൈര്യോ? എന്നാ ഒന്ന് കാണട്ടെ. ഇന്ന് ഞാൻ അയ്യോ അമ്മേ, എവിടെ? മടി, എനിക്ക് കാണിച്ചു തരാം. എല്ലാം കാണണല്ലോ. മടി, വാ. എന്നെ വാ വാ. ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. തീർന്നോ? സൂപ്പർ, നല്ല ഉന്നം. എന്തായാലും സത്യാമ്മയോട് പോയി വിവരം പറയാം. ഈ ട്രോഫിയും കൂടെ കയ്യിൽ വെച്ചേക്കാം. വേണ്ട വേണ്ട വേണ്ട, തല്ലരുത് തല്ലരുത് തല്ലരുതെന്ന് പറഞ്ഞത്. അയ്യോ, പഠിക്കരുത്. സത്യാമ്മേ, സത്യാമ്മേ. എന്താടി? അവിടെ ഈനാമ്പേച്ചി മരപ്പെട്ടി. ഈനാമ്പേച്ചി മരപ്പെട്ടിയോ? ആകെ കുഴയുന്നല്ലോ. എന്താടി? എന്താ ഒരു വഴി? ഇപ്പൊ ശരിയായി. എന്താടി നിന്റെ കിളി പോയോ? എങ്ങനെ പോകാണ്ടിരിക്കും സത്യാമ്മേ? തലമണ്ടയ്ക്ക് ഈ ഫ്ലവർ വേസ് കൊണ്ട് ഊക്കനൊരു ഏറ് കിട്ടി. ഏറോ? എവിടുന്ന്? രോഹിത് മോൻ ശ്യാമക്കുഞ്ഞിനെ എറിഞ്ഞതാ. ഞാൻ അതിന്റെ ഇടയ്ക്ക് പോയി തലവെച്ചു. രോഹിത് ശ്യാമ എറിഞ്ഞെന്നോ? അവര് തമ്മിൽ പൊരിഞ്ഞ വഴക്കാ സത്യാമ്മേ. ചീത്ത വിളി അടിയും. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഇന്ന് വരെ 2 ആളും ഒരുമിച്ച് കിടന്നിട്ടില്ല. നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നിച്ച് ജീവിച്ച് അഭിനയിക്കായിരുന്നു സത്യാമ്മേ. നീ എന്തായി പറയുന്നേ? സത്യോ സത്യാമ്മേ, അവര് തമ്മിൽ ഒരു സ്വരചേർച്ചയില്ല. ഇന്നാ റൂമിലെ പൂരം തല പോയാലും റൂമിൽ കിടക്കില്ല എന്ന് രോഹിത് മോൻ.
മര്യാദയ്ക്ക് അവിടെ എവിടെയെങ്കിലും കിടന്നോളാൻ ശ്യാമക്കുഞ്ഞ്. അവര് സത്യാമ്മയെ കാണിക്കുന്ന മുഴുവൻ നാടകമാ. അവരുടെ റൂമിലെ ദേ ഈ വെള്ളം കൊടുക്കാൻ വേണ്ടി പോയതാ ഞാൻ. അപ്പൊ കിട്ടിയതാ ദേ ഈ ട്രോഫി. ദേ ഇപ്പൊ ചെന്നാ കൈയോടെ പിടിക്കാൻ സത്യാമ്മേ. നീ ഇങ്ങ് മാറ്. ഏറൊന്ന് കൊണ്ടെങ്കിലെന്താ, ഇപ്പൊ രണ്ടിനെയും പിടിക്കും. ശ്യാമേയും രോഹിത്തിനെയും വിഷ്ണുവിനെയും ശാലിനിയൊക്കെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. അതോടെ ഇവിടെയുള്ള എന്റെ ദൗത്യം ഫിനിഷ്. സർലയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ഞാൻ സേഫ്. ഇത്രയും പെട്ടെന്ന് ഈ കാര്യം നടക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ ദൈവമേ. പൊന്നേ, എന്തോ എന്നോട് പിണക്കമാണോ? ആ, എന്റെ രോഹിത്തേടനോട് ഞാൻ പിണങ്ങോ? അതിനെ ഞാൻ മരിക്കണം. ആ, പിന്നെന്താ ഒരു പരിഭവം പോലെ? രോഹിത്തേട്ടൻ എന്തിനാ പുറത്തു പോയി കിടക്കാന്ന് പറഞ്ഞത്? അതെ, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചെന്ന് കിടക്കാന്നല്ലേ പറഞ്ഞത്? ശോ, അതെവിടെയാ? നമുക്ക് ടെറസിലേക്ക് പോവാം. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി അങ്ങനെ കിടക്കാം. ശോ, അത് രാവിലെ എണീറ്റ് ഗ്രാമങ്ങളിലേക്ക് പോയി അവിടെ വെച്ചാൽ നിനക്ക് ഓലൊക്കെ ഒഴുങ്ങി തരാം. പോടോ കുറങ്ങ. എന്തോന്ന്? ശോ, അതൊന്നും വേണ്ട രോഹിത്തേട്ടാ. ശ്ശോ, ഈ പിള്ളേരുടെ ഒരു കാര്യം. എന്തു പറ്റി മുത്തേ? ആ പങ്കജയില്ലേ, അവരെപ്പോഴും നമ്മളെ ചുറ്റിപ്പറ്റി നടക്കുക. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ട് അവരെങ്ങാനും കാണും. എന്നാ വേണ്ട പൊന്നെ. അവളാണല്ലേ കുട്ടികളെ ജീവിക്കാൻ സമ്മതിക്കാത്തത്. ശരിയാക്കി കൊടുക്കാം. എന്റെ പൊന്നിന് ഇനിയും പുറത്തു പോണോന്നുണ്ടോ? അയ്യോ ഇല്ല. തോന്നിയാലേ അപ്പ പറയണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.